ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡയറക്റ്റിംഗ് എന്താണ്, അതിൻ്റെ മീനിങ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയാണ് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയറക്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു നോക്കാം, പെട്ടെന്ന് പറഞ്ഞു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡക്ടറി വീഡിയോയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഈ ഡയറക്റ്റിങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് ഇതെല്ലാം തയ്യാറെടുക്കൽ, പ്രിപ്പറേറ്ററി ഫംഗ്ഷൻ ആണെന്ന് ഞാൻ പറയണ്ടായി. ഡയറക്റ്റിംഗ് തൊട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താണോ അത് സാധ്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ 5 ഫംഗ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്നത് നമുക്ക് എന്തെന്ന് പറയാം, ഡയറക്റ്റിംഗ് ആണ് എന്ന് കൂടി നമുക്കിതിൽ ഒന്ന് പറയാം. എല്ലാ ഫംഗ്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിൽ ഏറ്റവും പ്രധാനം ഏതിനാ കൊടുക്കാം, നമുക്ക് ഡയറക്റ്റിങ്ങിന് കൊടുക്കാം. ഇനി ആ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ് ആക്ഷൻ. നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അത് തന്നെയാണ് പഠിച്ചത്. ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ് ആക്ഷൻ, അതായത് ഡയറക്റ്റിംഗ് ഹെൽപ്സ് ടു ഇനീഷ്യേറ്റ് ആക്ഷൻ ബൈ പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ ടുവേർഡ്സ് ദ അറ്റൈൻമെന്റ് ഓഫ് ഡിസൈർഡ് ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിന്റെ അവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ജീവനക്കാരെ ജോലി ആരംഭിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജോലിയിലേക്ക് എത്തിക്കുന്നത് ഏത് ഫംഗ്ഷനിലൂടെയാണെന്നാ പറയുന്നത്, ഡയറക്റ്റിങ്ങിലൂടെയാണ്. എന്നുവെച്ചാൽ ഡയറക്റ്റിംഗ് തൊട്ടിട്ടാണ് സ്ഥാപനത്തിൽ എന്ത് തുടങ്ങുന്നത്, എന്താണോ സ്ഥാപനം, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം അവിടെ ആരംഭിക്കുന്നത് ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ തൊട്ടിട്ടാണ്. സോ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ് ആക്ഷൻ. ദെൻ സെക്കൻഡ്, ഡയറക്റ്റിംഗ് ഇൻ്റഗ്രേറ്റ്സ് എംപ്ലോയീസ് എഫേർട്ട്. അപ്പോൾ ഒരുപാട് ജോലിക്കാരുള്ള ഒരു സ്ഥാപനമായിരിക്കും, എല്ലാവരും ഓരോ ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ചെയ്യുന്ന ജോലികളെല്ലാം ഒരുമിച്ച് കൂട്ടിയിണക്കി ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവിടെ സ്വാഭാവികമായും എന്തുണ്ടായിരിക്കണം, കൃത്യമായ ഒരു ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഓരോരുത്തർ തോന്നി പണിയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നോക്കൂ, Directing integrate employees' efforts in the organization in such a way that every individual efforts contribute to the organizational performance. ഓരോ വ്യക്തിയുടെയും പ്രവർത്തനം സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ് എന്ന് ഉറപ്പുവരുത്തി അവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നത് ഏത് ഫംഗ്ഷനിലൂടെ മാത്രമേ കഴിയുള്ളൂ, ഡയറക്റ്റിങ്ങിലൂടെ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്ഥാപനം വലുതാവുന്നതിനനുസരിച്ച് ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം കൂടും. ഇപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്യൂ, ഒരു തൗസൻഡ്സ് ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന വലിയൊരു സ്ഥാപനം. അവിടെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ആ മിഡിൽ ലെവൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും കുറേ സബ് സൂപ്പർവൈസറി വരെ ലെവലുകൾ, കുറേ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ കൃത്യമായൊരു ഡയറക്റ്റിംഗ് ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ ആ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്താൻ കഴിയില്ല. കാരണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുകളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം കിട്ടിയില്ലെങ്കിൽ അവരുടെ തീരുമാനത്തിനനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വൽ ടോപ്പിൽ നിന്നുള്ള നിർദ്ദേശം കൃത്യമായി കിട്ടിയില്ലെങ്കിൽ ഈ പ്രൊഡക്ഷനുമായി യാതൊരു ഇൻകോർപ്പറേഷനും ഇല്ലാതെ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നോക്കാതെ അവർക്ക് തോന്നിയ രൂപത്തിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകളിലേക്ക് പോകും. അങ്ങനെ സംഭവിക്കരുത്. അതൊരിക്കലും സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല, അവരുടെ യഥാർത്ഥ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയില്ല. ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലൊക്കെ എന്തുണ്ടായിരിക്കണം, ഒരു കോഓർഡിനേഷൻ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ആ കോർഡിനേഷൻ ഫംഗ്ഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കോർഡിനേഷനൊക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, ടോപ്പ് തൊട്ട് കൃത്യമായ ഡയറക്റ്റിംഗ് ഉണ്ടായിരിക്കണം. സോ വി ക്യാൻ സേ ദാറ്റ് ഡയറക്റ്റിംഗ് ഇൻ്റഗ്രേറ്റ് എംപ്ലോയീസ് എഫേർട്സ് എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് എത്താം. അല്ലെങ്കിൽ ഒരു ഫ്ലോർ ലെവലിൽ തന്നെ 10 എംപ്ലോയീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ 10 എംപ്ലോയീസിൻ്റെയും വർക്കുകളെ ഒരുമിച്ച് ചേർത്താലേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ വീട് പണി നടക്കുകയാണ്. വീട് പണി നടക്കുമ്പോൾ പല ജോലിക്കാരുണ്ടായിരിക്കും. അവിടെ കല്ല് ചെത്തുന്നവരുണ്ടായിരിക്കും, പടുക്കുന്നവരുണ്ടായിരിക്കും, സിമെൻറ്റ് മിക്സ് ചെയ്യുന്നവരുണ്ടായിരിക്കും, അങ്ങനെ പല മേഖലയിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ആ പടവ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ചെത്തുന്നതും സിമെൻറ്റ് കൂട്ടുന്നതും കൊണ്ടുകൊടുക്കുന്നതും പടുക്കുന്നതൊക്കെ ഒരു കൃത്യമായ നിർദ്ദേശപ്രകാരമല്ല എങ്കിൽ ആ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റിംഗ് ഇൻ്റഗ്രേറ്റ്സ് എംപ്ലോയീസ് എഫേർട്ട്. അടുത്ത, ഡയറക്റ്റിംഗ് ഹെൽപ്സ് ഇൻ മോട്ടിവേഷൻ. ഈ ഡയറക്റ്റിംഗ്, നമ്മളിനി എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് പഠിക്കും. ആ എലമെന്റ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ മോട്ടിവേഷനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ കുറേ കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. മോട്ടിവേഷൻ, പ്രചോദനം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എംപ്ലോയീസ് ആണ് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. ഈ എംപ്ലോയീസ് അവിടെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ
മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ആ ഒരു ഇന്റേണൽ ഫീലിംഗ്, ആ നന്നായിട്ട് ജോലി ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അത് അങ്ങനെ ഒരു വർക്കറെ കിട്ടിയെങ്കിൽ മാത്രമേ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. നേരെ മറിച്ച് ഒരു വർക്കർ ഞാൻ എന്തിന് ഹാർഡ് വർക്ക് ചെയ്യണം, ആ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരെ എന്ന രീതിയിൽ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ ഓരോ മാനേജർ എന്ത് ചെയ്തിരിക്കണം, അവരവരുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്തിരിക്കണം. അവരുടെ വർക്കിൽ അവർക്ക് എന്ത് ചെയ്തിരണം, പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കണം. അതിന് ആ മോട്ടിവേഷൻ മെത്തേഡും എന്തൊക്കെയാണ് മോട്ടിവേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഒന്ന് നോക്കൂ, ഡയറക്റ്റിംഗ് ഗൈഡ് എംപ്ലോയീസ് ടു ഫുള്ളി റിയലൈസ് ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് കേപ്പബിലിറ്റീസ് ബൈ മോട്ടിവേറ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഈ ഒരൊറ്റ സെന്റൻസിൽ തന്നെ ഡയറക്റ്റിങ്ങിന്റെ ഏതാണ്ട് എല്ലാ എലമെന്റുകളായി. ഡയറക്റ്റിങ്ങിന്റെ എലമെന്റ് ഏതാണെന്ന് ഞാനൊന്ന് വെറുതെ ഒന്ന് ഇതാക്കാം. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, 4 എണ്ണമാണ് ഡയറക്റ്റിങ്ങിന്റെ എലമെന്റുകളായിട്ട് പറയുന്നത്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ഇത്രയാണല്ലോ. ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 4 എലമെന്റുകൾ. അപ്പൊ ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കൂ. ഒരു മാനേജർ തന്റെ സബോർഡിനേറ്റിനെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, എന്ന് വെച്ചാൽ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നല്ല രീതിയിൽ ലീഡ് ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഗൈഡൻസ് കൊടുത്തുകൊണ്ട് അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവർക്കും തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മോട്ടിവേഷൻ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ എന്താണോ അവരുടെ മാക്സിമം അത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡയറക്റ്റിംഗ്. നമുക്കറിയാം. അപ്പോൾ ഡയറക്റ്റിംഗ് ഹെൽപ്സ് ഇൻ മോട്ടിവേഷൻ. നോക്കൂ, ഡയറക്റ്റിംഗ് ഗൈഡ്സ് എംപ്ലോയീസ്. ഡയറക്റ്റിംഗ് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുന്നു, വഴികാട്ടുന്നു. ടു ഫുള്ളി റിയലൈസ് ദെയർ പൊട്ടൻഷ്യൽ. ഓരോ വ്യക്തിയുടെയും കഴിവ് അവരെ തന്നെ സ്വയം തിരിച്ചറിയിപ്പിക്കുക. ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെ ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ മറ്റുള്ളവർ പറയുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, അവർക്ക് എനിക്കത് കഴിയും എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തുക. അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് നോക്കൂ, ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് കേപ്പബിലിറ്റീസ്, അവരുടെ ആ ആർജവും അവരുടെ കഴിവും. ബൈ മോട്ടിവേറ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് എഫക്റ്റീവ് ലീഡർഷിപ്പ്, മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് അവരുടെ കഴിവുകളെ അവർക്ക് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് നേടിയെടുക്കുക എന്നുള്ളത് ഡയറക്റ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റിംഗ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ജീവനക്കാരെ അവരുടെ ശക്തിയും കാര്യശേഷിയും പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ നിർദ്ദേശിക്കൽ സഹായിക്കുന്നു. അവരുടെ ശക്തിയും കാര്യശേഷിയും മനസ്സിലാക്കാൻ ഈ ഡയറക്റ്റിംഗ് സഹായിക്കുന്നു എന്ന് പറയുന്നത്. ഇത് പ്രചോദനവും ഫലപ്രദമായ നേതൃത്വം കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. ഇത് മോട്ടിവേഷണൽ ലീഡർഷിപ്പ് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, നേടിയെടുക്കാൻ കഴിയും എന്നാണ് മലയാളത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത 4-മത്തെ പറയുന്നത് ഫെസിലിറ്റേറ്റ്സ് ചേഞ്ചസ്, അഡാപ്റ്റ് ചേഞ്ചസ്. ഈ പോയിന്റുകൾ നമ്മൾ മറ്റ് പല സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിങ്, സ്റ്റാഫിങ്ങിന്റെ ഇതിലൊക്കെ ഫെസിലിറ്റേറ്റ് ചേഞ്ചസ് എന്നുള്ള പോയിന്റ് വരുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇപ്പം ഈ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും ഒരു മാറ്റം അത് നിർദ്ദേശിക്കുമ്പോൾ ആദ്യം എല്ലാവരിൽ നിന്നും എതിർപ്പാണ് ഉണ്ടാവുക. ഇപ്പോൾ വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഈ ക്ലാസ് റൂം നിങ്ങൾ മറ്റൊരു ക്ലാസ്, ഇവിടേക്ക് ഫസ്റ്റ് ഇയർ ഇരിക്കുക, ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സിൽ പോയിട്ട് നിങ്ങളിരിക്കുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങളിൽ നിന്ന് ആകെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. നിങ്ങളതിനെ ആദ്യം ഓപ്പോസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, നിർബന്ധപൂർവ്വം നിങ്ങളെ കൊണ്ടുവരുത്തും. അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം അല്ലാത്ത നിങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു അധ്യാപകൻ വന്ന് അല്ലെങ്കിൽ അധ്യാപിക വന്ന് നിങ്ങൾ അതിൻ്റെ കാരണ സഹിതം നിങ്ങൾക്ക് നിർദ്ദേശം തരുമ്പോൾ ആ കാരണം കൊണ്ടാണല്ലേ ഞങ്ങൾ മാറേണ്ടത്, ശരി ഞങ്ങൾ മാറാം എന്നുള്ള ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നു. ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ബിസിനസ് എൻവയോൺമെന്റ് ആർ വെരി ഡൈനാമിക്, ഓൾവേസ് ഇൻ ചേഞ്ച്. എല്ലായ്പ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ദ ഓർഗനൈസേഷൻ ഷുഡ് കോപ്പ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ആ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് സ്ഥാപനത്തിലും എന്ത് വരണം, മാറ്റങ്ങൾ വന്നേ തീരും. ഈ മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എംപ്ലോയീസ് ഓപ്പോസ് ചെയ്യും. ആ ഓപ്പോസ് ചെയ്യുമ്പോൾ ഗുഡ് ഡയറക്റ്റിംഗ്, കൃത്യമായ നിർദ്ദേശങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതോടുകൂടി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ചേഞ്ചസിനെ അനുസരിച്ച് അവർക്ക് മാറാൻ കഴിയും. നോക്കൂ, എഫക്റ്റീവ് ഡയറക്റ്റിംഗ് ത്രൂ മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്
helps to reduce the resistance and develop required cooperation in introducing changes in the organization. ഇവിടെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഡയറക്റ്റിംഗ് ഇൻവോൾവ് മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് ആൻഡ് സൂപ്പർവിഷൻ. അപ്പോൾ ഓരോ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അത് കൂട്ടിച്ചേർക്കാം. ത്രൂ പ്രോപ്പർ മോട്ടിവേഷൻ ആൻഡ് ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ we can change the attitude of employees and they will become cope with the changes. അവരെന്ത് ചെയ്യാം, നമുക്ക് ആ ചേഞ്ചസിലേക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. അതായത് മോട്ടിവേഷനിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും എംപ്ലോയീസിനെ കാര്യം ധരിപ്പിച്ചുകൊണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് സ്ഥാപനത്തിനകത്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഡയറക്റ്റിങ്ങിൻ്റെ 4ാമത്തെ ഇമ്പോർട്ടൻസ് പറയുന്നത്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത്, ഡയറക്റ്റിംഗ് ഹെൽപ്സ് ടു ബ്രിങ് സ്റ്റെബിലിറ്റി ഇൻ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൽ ഒരു സ്ഥിരത കൈവരിക്കാൻ ഈ ഡയറക്റ്റിംഗ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, എഫക്റ്റീവ് ഡയറക്റ്റിംഗ് ഹെൽപ്സ് ടു ബ്രിങ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. അതെങ്ങനെയാണ് നോക്കാം. എഫക്റ്റീവ് ഡയറക്റ്റിംഗ് ഹെൽപ്സ് ടു ബ്രിങ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദി ഓർഗനൈസേഷൻ സിൻസ് ഇറ്റ് ഫോസ്റ്റർ കോഓപ്പറേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് എമംഗ് ദി പീപ്പിൾ ആൻഡ് ഹെൽപ്സ് ടു അച്ചീവ് ബാലൻസ് എമംഗ് വാരിയസ് ഗ്രൂപ്പ്സ്, ആക്ടിവിറ്റീസ് ആൻഡ് ദ ഡിപ്പാർട്ട്മെന്റ്സ്. കൃത്യമായൊരു ഡയറക്റ്റിംഗ് നിർദ്ദേശം സ്ഥാപനത്തിൽ സ്റ്റെബിലിറ്റിയും ബാലൻസും ഉണ്ടാക്കുന്നു. അതെന്ത് ചെയ്യുന്നു? വ്യക്തികളുടെ ഇടയിൽ ഒരു സഹകരണ മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഡയറക്റ്റിംഗ് സഹായിക്കുന്നു. അതേപോലെ ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിലും ഗ്രൂപ്പുകളുടെ ഇടയിലൊക്കെ ഒരു സഹകരണം കൊണ്ടുവരാൻ ഈ കൃത്യമായ ഡയറക്റ്റിംഗ് നമ്മളെ സഹായിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ത്രൂ വിച്ച് ആ ഒരു സഹകരണത്തിലൂടെ സ്ഥാപനത്തിൽ സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ കഴിയുന്നു. നോക്കൂ, ആളുകൾക്കിടയിൽ ആശയവിനിമയം നടത്തൽ, ഫലപ്രദമായ നേതൃത്വം നൽകൽ, പ്രചോദനം നൽകൽ എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണ് ഡയറക്റ്റിംഗ് എന്ന മാനേജീരിയൽ ജോലി. ഞാൻ പറഞ്ഞതാണ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, പിന്നെ സൂപ്പർവിഷൻ, ഇത്രയും ഉൾപ്പെട്ടതാണ് എന്ത് ഡയറക്റ്റിംഗ് എന്നുള്ള ജോലി. ഇത് സ്ഥാപനത്തെ സന്തുലിതാവസ്ഥയും സുസ്ഥിരതയും ഉണ്ടാക്കുന്നു. ഇത് സ്ഥാപനത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ്. അപ്പോൾ 5 ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിലൊരു ടോപ്പിക്ക് ഈ വീഡിയോയോട് കൂടെ തന്നെ ഞാൻ ചെയ്യാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. അപ്പം നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നു. ഒരു മാനേജർക്ക് ഒരു ഗൈഡ് ലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന തത്വങ്ങൾ, അടിസ്ഥാന ആശയങ്ങളാണ് നമ്മൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തെ ഡയറക്റ്റ് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ്, അവർക്ക് അവരുടെ ആ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ആ ഡയറക്റ്റിങ്ങിനെ ആ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിനെ സഹായിക്കുന്ന അടിസ്ഥാനപരമായ ആശയങ്ങൾ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആണ് ഇതെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണതെന്ന് നോക്കാം. നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരാളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഡയറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. അതായത് ഒരു മാനേജർ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അയാൾ എന്തിനെ നോക്കിക്കൊണ്ടായിരിക്കണം അയാൾ ആ നിർദ്ദേശം കൊടുക്കേണ്ടത്? ഓരോ വ്യക്തിയുടെയും മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്ന രൂപത്തിലുള്ള നിർദ്ദേശമായിരിക്കണം അവിടെ കൊടുക്കേണ്ടത് എന്നാണ് അവിടെ ആ തത്വം പറയുന്നത്. നോക്കൂ, ദിസ് പ്രിൻസിപ്പിൾ എംഫസൈസ് ദാറ്റ് directing techniques must help every individual in the organization to contribute his maximum potential for achievement of organizational objective. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കോൺട്രിബ്യൂഷൻ അത് പുറത്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡയറക്റ്റിംഗ് ടെക്നിക്ക് ആയിരിക്കണം ഒരു മാനേജർ എന്ത് ചെയ്യേണ്ടത്, വിനിയോഗിക്കേണ്ടത്. അപ്പോൾ അതാണ് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. അത് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ടെക്നിക്ക്, അത് ഉപയോഗിച്ചിട്ട് വേണം എംപ്ലോയീസിന് എന്ത് കൊടുക്കാൻ, ഡയറക്ഷൻ കൊടുക്കാൻ. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞു മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. 2, ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്. ഇത് നമ്മുടെ ഒരു ഗ്രൂപ്പിനെ ഡയറക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട, ഇത് നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേടിയെടുക്കണമെന്ന് അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആ തത്വത്തിൽ 2ാമത്തെ തത്വമാണ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്. നോക്കൂ, വെരി ഓഫൺ വി ഫൈൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്
as understood are conflicting to each other. Good directing should provide harmony by convincing that employees' rewards and work efficiency are complementary to each other. ഇവിടെ നിങ്ങൾക്ക് പിന്നെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു കോമൺ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ജനറൽ ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സബായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ നോക്കിക്കാണാം. ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥാപനത്തിൽ 100 കണക്കിന് ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ജോലിക്ക് വരുന്നുണ്ടായിരിക്കുക. സ്ഥാപനത്തിന് ഇവരെ കൊണ്ട് എന്തുണ്ടായിരിക്കും, ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ സ്ഥാപനത്തിന്റെ ലക്ഷ്യവും ഈ വ്യക്തികളുടെ ലക്ഷ്യം ചില സമയത്ത് എന്തായിട്ട് മാറാം, കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല, അവരുടെ സ്വന്തം ലക്ഷ്യം നേടിയെടുക്കാൻ ഇവരിലൂടെ കഴിയില്ല. കാരണം ഇവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അവിടെ പിന്നെ ഈ പറയുന്ന സ്വരച്ചേർച്ചയില്ലായ്മ, വ്യക്തിഗത താല്പര്യവും സ്ഥാപനത്തിന്റെ താല്പര്യവും കോൺട്രാഡിക്ടറി ആയിട്ട് മാറുമ്പോൾ സ്ട്രൈക്കുകളും ലോക്കൗട്ടുകളും ഒക്കെ സംഭവിക്കാം. പക്ഷെ കൃത്യമായ ഒരു ഡയറക്റ്റിംഗ് ഈ എംപ്ലോയീസിൽ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് കണ്ടറിഞ്ഞ് ആ ലക്ഷ്യത്തെ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തോടു കൂടി കോർത്തിണക്കുകയാണെങ്കിൽ സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ കഴിയും, സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും. വിച്ച് ഈസ് കോൾഡ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്. അപ്പൊ നോക്കൂ, എന്താ പറഞ്ഞത്, very often we find that individual objective of employees and the organizational objective are understood are conflicting to each other. പലപ്പോഴും എന്ത് സംഭവിക്കാറുണ്ട്, വ്യക്തി താല്പര്യങ്ങളും സ്ഥാപനത്തിന്റെ താല്പര്യങ്ങളും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്, ഭിന്നതകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഗുഡ് ഡയറക്ടിങ് ഷുഡ് പ്രൊവൈഡ് ഹാർമണി. അവിടെ നല്ലൊരു ഡയറക്ടിങ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ ഒരു ഹാർമണി, ഒരു കോഓപ്പറേഷൻ ഉണ്ടാക്കിയത് ബൈ കൺവിൻസിങ് ദാറ്റ് എംപ്ലോയീസ് റിവാർഡ് ആൻഡ് വർക്ക് എഫിഷ്യൻസി ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം, വർക്കേഴ്സിന്റെ പെർഫോമൻസ്, അവരുടെ പിന്നെ റിവാർഡ്, ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രൂപത്തിലുള്ള ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ, സ്ഥാപനത്തിൽ എംപ്ലോയീസിനോട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുമ്പോൾ ആ ഹാർഡ് വർക്കിനനുസരിച്ച് അവർക്ക് എന്ത് കൊടുത്താൽ മതി, അവർക്ക് അവരുടെ ആവശ്യം, അവനുള്ള റിവാർഡ്. അപ്പോൾ എൻ്റെ വർക്കിനനുസരിച്ച് എനിക്ക് റിവാർഡ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ എംപ്ലോയീസ് മോട്ടിവേറ്റ് ആയിരിക്കും. അവിടെ നിങ്ങൾ ഡിഫറൻഷ്യൽ പീസ് വേജസ് സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ എംപ്ലോയീസിന് വീണ്ടും കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു എന്തുണ്ടായിരിക്കും, ഒരു പ്രചോദനം അത് നൽകും. അത്തരത്തിൽ അപ്പോൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഗൈഡിങ് പ്രിൻസിപ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ് മലയാളം ഒന്ന് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു സ്ഥാപനത്തിൽ സംഘടനയുടെ താല്പര്യങ്ങളും വ്യക്തികളുടെ താല്പര്യങ്ങളും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായി ഒരു തൊഴിലാളി തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അതേസമയം സ്ഥാപനം കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ഉൽപാദനവും ആഗ്രഹിക്കുന്നു. ജോലിക്കാരൻ കൂടുതൽ റെമ്യൂണറേഷൻ ആഗ്രഹിക്കുന്നു, സ്ഥാപനം എന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രൊഡക്ഷൻ ആഗ്രഹിക്കുന്നു. ഈ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ നേട്ടങ്ങളും കാര്യക്ഷമതയും പരസ്പര പൂരകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്യങ്ങൾ തമ്മിൽ യോജിപ്പിലെത്തിക്കാൻ ഡയറക്ടിങ്ങിന് കഴിയുന്നു എന്നുള്ളതാണ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത പ്രിൻസിപ്പിൾ യൂണിറ്റി ഓഫ് കമാൻഡ്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഹെൻറി ഫയോളിന്റെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് ഇതെന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. അത് ഡയറക്ടിങ്ങിലും എന്ത് ചെയ്യേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദിസ് പ്രിൻസിപ്പിൾ ഇൻസിസ്റ്റ് ദാറ്റ് എ പേഴ്സൺ ഇൻ ദി ഓർഗനൈസേഷൻ ഷുഡ് റിസീവ് ഇൻസ്ട്രക്ഷൻ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഒരു സബോർഡിനേറ്റിന് ഒരു സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ എന്ത് കിട്ടാവുള്ളൂ, ആജ്ഞ അല്ലെങ്കിൽ ഡയറക്ടിങ് കിട്ടാവുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പൊ ഡയറക്ടിങ്ങിന്റെ സമയത്ത് മാനേജർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു തത്വമാണ് ഇതെന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ്. അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു എന്നുള്ളതായതുകൊണ്ട് ഞാൻ അതിന് മുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ല. അപ്പൊ യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, എ സബോർഡിനേറ്റ് ഷുഡ് ഗെറ്റ് വൺ ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ ഇൻ വൺ ടൈം. ഒരു സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ എന്ത് കിട്ടാവുള്ളൂ, ആജ്ഞ കിട്ടാവുള്ളൂ. ആ രീതിയിലായിരിക്കണം ഡയറക്ടിങ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്, ശരിയായ ഡയറക്ഷൻ ടെക്നിക്ക്. ഇവിടെ എന്താണ് ശരിയായ ഡയറക്ഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡിഫറെന്റ് ലെവൽ ഓഫ് മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഏത് തരത്തിൽ എല്ലാ എംപ്ലോയീസിനും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഒരേ ടെക്നിക്ക് ഉപയോഗിച്ച് കൊടുക്കരുത്. അതാ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, ടാക്ടിക്സ് മാനേജേഴ്സ് അത് ഉപയോഗപ്പെടുത്തണം.
എങ്കിലേ എംപ്ലോയീസ് മോട്ടിവേറ്റ് ആവുള്ളൂ. നോക്കൂ, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ അപ്രോപ്രിയേറ്റ് മോട്ടിവേഷണൽ ആൻഡ് ലീഡർഷിപ്പ് ടെക്നിക് ഷുഡ് ബി യൂസ്ഡ് വൈൽ ഡയറക്ടിംഗ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ സബോർഡിനേറ്റ് നീഡ്സ്, കേപ്പബിലിറ്റീസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് അതർ സിറ്റുവേഷണൽ വാരിയബിൾസ്. അപ്പോൾ നോക്കൂ, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ അപ്രോപ്രിയേറ്റ് മോട്ടിവേഷണൽ ആൻഡ് ലീഡർഷിപ്പ് ടെക്നിക്ക്, ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം അവരുടെ ഈ മാനേജർ എന്ത് ചെയ്യേണ്ടത്, മോട്ടിവേഷണൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടത്. അത് എങ്ങനെയായിരിക്കണം, സബോർഡിനേഷന്റെ നീഡിനെ, കഴിവിനെ, അവരുടെ ആറ്റിറ്റ്യൂഡിനെ, സാഹചര്യങ്ങളെ, ഇതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ടെക്നിക്കായിരിക്കണം ഉപയോഗപ്പെടുത്തേണ്ടതെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അവിടെ പിന്നെ ഇപ്പോൾ എംപ്ലോയീസ് എല്ലാം വല്ലാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ ഒരു കോംപ്രമൈസ് ലാംഗ്വേജിലായിരിക്കണം, അല്ലെങ്കിൽ ആസ് യൂഷ്വൽ ആണെങ്കിൽ കമാൻഡ് ചെയ്യാം. അത് പ്രായത്തിനനുസരിച്ച് ആ കമാൻഡിൽ ഇപ്പോൾ മാനേജർ ആണെങ്കിൽ കൂടി, ഇപ്പോൾ പല നിങ്ങൾ സിനിമകളൊക്കെ കാണുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ പോലീസ്, നിങ്ങൾക്ക് അതിൻ്റെ പ്രോട്ടോകോൾ കൃത്യമായിട്ട് അറിയാം. പോലീസ് എങ്ങനെയായിരിക്കണം, കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിളിനെ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറെ സല്യൂട്ട് ചെയ്തിരിക്കണം. സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറെ അതിൻ്റെ മുകളിലേക്ക്, അല്ലെങ്കിൽ ഓരോ മുകളിലെ ലെവലിലുള്ള ഓഫീസേഴ്സിനെ കാണുമ്പോഴും താഴെയുള്ള ഓഫീസേഴ്സ് എന്ത് ചെയ്യണം, സല്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ഇൻസ്പെക്ടർ, ഒരു കോൺസ്റ്റബിൾ, ഇൻസ്പെക്ടർ ചെറുപ്പക്കാരനാവാം, കോൺസ്റ്റബിൾ ചിലപ്പോൾ പ്രായമായ ആളായിരിക്കാം. അവിടെ പ്രോട്ടോകോൾ പ്രകാരം കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്യും. പക്ഷേ ഇൻസ്പെക്ടർ എങ്ങനെയായിരിക്കും, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ കൂടി അവരോട് സംസാരിക്കുന്നത് ഒരു സബോർഡിനേറ്റ് എന്നുള്ളതിലുപരി ഒരു എന്താ പറയുക, ആ പ്രായത്തിന് ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അതൊരു തരം കൃത്യമായ എന്താ പറയുക ഒരു ടാക്ടിക്കാണ്, അതൊരു ഡയറക്റ്റിംഗ് ടെക്നിക്കാണ്. അപ്പോൾ അത് കൂടുതൽ എന്ത് ചെയ്യും, സബോർഡിനേറ്റ്സിന് മോട്ടിവേഷൻ നൽകും. നേരെ മറിച്ച് ഇൻസ്പെക്ടർക്ക് പറയാം ഡു ഇറ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കാം, എത്ര പ്രായമുള്ള ഒരാളാണെങ്കിൽ കൂടിയിട്ട്, അതയാളുടെ അധികാരം. പക്ഷെ അധികാരത്തെ മാറ്റി നിർത്തി അവിടെ ഞാൻ പറയില്ല ടെക്നിക്ക്, ആ ഒരു അപ്രോപ്രിയേറ്റ്നെസ് അത് ആ സാഹചര്യത്തിനനുസരിച്ച് കൊടുക്കുമ്പോൾ ആ പ്രായത്തെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ആ സബോർഡിനേറ്റിന് കിട്ടുകയാണെങ്കിൽ അയാൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, അയാൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഇത് പിന്നെ പോലീസിൽ മാത്രമല്ല കേട്ടോ, സ്ഥാപനത്തിലും ആവാം. മാനേജേഴ്സ് എംപ്ലോയീസിൻ്റെ ടൈപ്പ് നോക്കി പിന്നെ ജസ്റ്റ് നിങ്ങൾക്കത് എത്രമാത്രം അറിയുമെന്ന് എനിക്ക് അത് പല സാഹചര്യങ്ങളിൽ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരു വീട് പണിയെടുക്കുന്ന സമയത്ത് ഞാൻ വീട് പണിയെടുത്തിരുന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ ഡയറക്റ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മേഖലയിലുള്ള ഇപ്പോൾ എൻജിനീയേഴ്സ് പഠിച്ച അറിവുകളായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ കാലങ്ങളായിട്ട് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കണ്ടറിവ് ധാരാളം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. ഈ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന അറിവും പഠിച്ച അറിവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ പണിക്കാരെ വിളിക്കുമ്പോൾ പഠിക്കാൻ ആൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നിർദ്ദേശിക്കുന്നു, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നതിലുപരി ഞാൻ ചെയ്യാറുള്ളത് അവിടെ എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരാളായിട്ടാണെങ്കിൽ ഉള്ള ഒരാളോട് ഞാൻ എങ്ങനെ ഡീൽ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടാ നിങ്ങൾക്കറിയില്ലേ കാര്യങ്ങൾ, നന്നായിട്ട് ചെയ്യൂ കേട്ടോ, ഞാനിവിടെ ഇല്ലെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്തണം എന്ന് ഞാൻ ഒരു പൊളൈറ്റായിട്ട് ഒന്ന് പറയുമ്പോൾ സാർ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഇവിടെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാണ്, ഞാൻ വൈകിട്ട് വരുമ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വർക്ക് അവിടെ എനിക്ക് കാണാൻ കഴിയാറുണ്ട്. അത് എന്തിൽ നിന്നുണ്ടായതാണ്, എൻ്റെ ആ നിർദ്ദേശത്തിൻ്റെ ഒരു ടെക്നിക്കാണ്. അത് അവർക്ക് ഇത്തിരി ഫ്രീഡം കൊടുത്തുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരോട് തന്നെ സ്വയം എനിക്ക് വേണ്ടി ചെയ്യൂ എന്ന് പറയുമ്പോഴുള്ള ആ ഒരു റിസൾട്ടിൻ്റെ വ്യത്യാസം അത് പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഒരു കല്യാണ ചടങ്ങ് നടക്കുകയാണെങ്കിൽ വിളമ്പുന്നിടത്തൊക്കെ വെറുതെ ഒന്ന് പുറത്ത് തട്ടിയിട്ടോ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ, ഒന്നൊരു യങ്സ്റ്ററോട് പറയുകയാണെങ്കിൽ സാറേ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ചെയ്യുന്ന. അതേപോലെ ഒരു പിന്നെ സ്കൂളിൽ തന്നെ പല പ്രവർത്തനങ്ങളിലും ക്ലാസ് ലീഡേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഓരോന്ന് ഏർപ്പാടാക്കി കൊടുക്കുന്ന സമയത്ത് അതിൽ കഴിവുള്ള ഒന്നോ രണ്ടോ ആളുകളെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് പുറത്ത് തട്ടി നിങ്ങളത് ഏറ്റെടുത്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഉത്സാഹം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഡയറക്റ്റിംഗ് ടെക്നിക്കുകളാണ്. അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്, എംപ്ലോയീസിൻ്റെ ആവശ്യം, കേപ്പബിലിറ്റി, ആറ്റിറ്റ്യൂഡ്, സിറ്റുവേഷണൽ വാരിയബിൾ, സാഹചര്യം, ഇതൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏത് ടെക്നിക്കാണോ അവിടെ ഉപയോഗിക്കണമെങ്കിൽ ആ ടെക്നിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് ഡയറക്ടർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഓൾവേസ് അയാളുടെ ആ ഒരു പൊസിഷൻ വെച്ച് കമാൻഡ് ചെയ്യാൻ പോയാൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിച്ചു എന്ന് തോന്നുന്നു, നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടുത്തത് മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ.
Managerial communication. Effective managerial communication across all the levels in the organization makes direction effective. Directing should convey clear instruction to create total understanding to subordinates. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം ഡയറക്റ്റിംഗിൽ കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയം. സബോർഡിനേറ്റുമായിട്ടുള്ള ആശയവിനിമയം എങ്ങനെയായിരിക്കണം? ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. അതാണ് അടുത്ത ഡയറക്റ്റിംഗിന്റെ ഒരു തത്വമായിട്ട് പറയാം. എഫക്റ്റീവ് മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ അക്രോസ് ഓൾ ദി ലെവൽസ് ഇൻ ദി ഓർഗനൈസേഷൻ മേക്സ് ഡയറക്ഷൻ എഫക്റ്റീവ്. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റിംഗ് എഫക്റ്റീവ് ആക്കും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരു മാനേജർക്ക് എന്തുണ്ടായിരിക്കണം? ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അത് ആൾക്കും സാഹചര്യത്തിനനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ഡയറക്ഷൻ സബോർഡിനേറ്റ്സിന് നൽകാൻ കഴിയണം എന്നാണ് ഈ തത്വം പറയുന്നത്. ഡയറക്റ്റിംഗ് ഷുഡ് കൺവേ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ടു ക്രിയേറ്റ് ടോട്ടൽ അണ്ടർസ്റ്റാൻഡിംഗ് ടു സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്ലിയർ ഇൻസ്ട്രക്ഷൻ. ഒരിക്കലും എന്തുണ്ടാവരുത്? കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. അത് കൊടുക്കാൻ മാനേജർ കഴിയണം എന്ന് മാത്രമല്ല, അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാനേജറുടെ മനസ്സിൽ ഈ ഒരു തത്വം ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് കൃത്യമായി അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അയാൾ ഉറപ്പുവരുത്തണം. അടുത്തത് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇതും ഒരു ടെക്നിക്കാണ്, യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നിങ്ങൾ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന റിലേഷൻഷിപ്പാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ആ ഇൻഫോർമൽ ഓർഗനൈസേഷന് സ്വാധീനം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു മാനേജർക്ക് ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഫോർമൽ ആ വേയിലൂടെ പോകുന്നതിലുപരി, ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിളാണ് ഇപ്പോൾ ഇത് വരുന്നത്, ഇൻഫോർമൽ ആയിട്ട് ആ ഇൻഫോർമൽ ഓർഗനൈസേഷൻ അവരുടെ വ്യക്തിബന്ധങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം? ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാം എന്നാണ് പറയുന്നത്. എ മാനേജർ ഷുഡ് റിയലൈസ് ദാറ്റ് ഇൻഫോർമൽ ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് വിത്തിൻ എവറി ഫോർമൽ ഓർഗനൈസേഷൻ. ഒരു മാനേജർക്ക് എപ്പോഴും എന്തൊരു ധാരണ ഉണ്ടായിരിക്കണം? ആ സ്ഥാപനത്തിൽ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എന്തായാലും എന്തുണ്ടായിരിക്കും? വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. ഹി ഷുഡ് സ്പോട്ട് ആൻഡ് മേക്ക് യൂസ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ ഫോർ എഫക്റ്റീവ് ഡയറക്റ്റിംഗ്. നന്നായി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻഫോർമൽ ഗ്രൂപ്പുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തി ആ ഗ്രൂപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള അവരുടെ ഇൻഫോർമൽ ഓർഗനൈസേഷനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ചെയ്യാൻ എന്നുള്ളതാണ് ഈ യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ലീഡർഷിപ്പ്, നേതൃത്വം. While directing the subordinates, managers should exercise good leadership as it can influence the subordinates positively without causing dissatisfaction among them. So, while directing the subordinates, managers should exercise good leadership as it can influence the subordinates positively without causing dissatisfaction among them. ഒരു മാനേജർ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്താണ് നേതൃത്വ പാഠവും ഉപയോഗപ്പെടുത്തണം. ഒരു നല്ല നേതാവിന് എന്തിനുള്ള ഒരു കഴിവുണ്ട്? സബോർഡിനേറ്റ്സിനെ സ്വാധീനിക്കാനും ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവിനെ പരമാവധി പുറത്തെടുക്കാനുള്ള കഴിവുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം ഡയറക്റ്റിംഗ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. നോക്കൂ, ഡയറക്റ്റിംഗ് എന്നുള്ള പ്രവർത്തനത്തിൽ മാനേജർ ഫലപ്രദമായ നേതൃത്വ പാഠം പ്രകടിപ്പിക്കേണ്ടതാണ്. ഇത് കീഴ്ജാതിക്കാരെ നേരായ രീതിയിൽ സ്വാധീനിക്കാനും അവരുടെ ഭാഗത്തുള്ള അസംതൃപ്തി ഒഴിവാക്കാനും സഹായിക്കുമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു മാനേജർ അയാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ടായിരിക്കണം ഡയറക്റ്റിംഗ് നിർദ്ദേശങ്ങൾ നൽകേണ്ടത് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഫോളോ ത്രൂ, ലാസ്റ്റ് പ്രിൻസിപ്പിളാണ് പറയുന്നത്. ഫോളോ ത്രൂ എന്ന് പറഞ്ഞാൽ തുടർച്ച നടപടി. മിയർ ഗിവിംഗ് ഓഫ് ആൻ ഓർഡർ ഈസ് നോട്ട് സഫിഷ്യന്റ്. മാനേജേഴ്സ് ഷുഡ് ഫോളോ ഇറ്റ് അപ്പ് ബൈ റിവ്യൂയിങ് കണ്ടിന്യൂസ്ലി. If necessary, suitable modification should be made in the direction. അപ്പോൾ മാനേജർ സബോർഡിനേറ്റ്സിന് നിർദ്ദേശങ്ങൾ നൽകി മാറി നിന്നാൽ പോരാ. ആ നിർദ്ദേശങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റുകൾ അത് എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം കൃത്യമായിട്ട്. അവരത് ചെയ്യുന്നുണ്ടോ, ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമല്ലേ എന്ന് വെച്ചാൽ സിംപ്ലി സൂപ്പർവിഷൻ, അത് അതിൻ്റെ ഒരു എലമെന്റ് ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ കൃത്യമായി അത് സൂപ്പർവൈസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇഫ് നെസസറി, അപ്പോൾ കൊടുത്ത നിർദ്ദേശം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ആ നിർദ്ദേശത്തിൽ മോഡിഫിക്കേഷൻസ് കൂടി കൊടുക്കാൻ ആര് തയ്യാറായിരിക്കണം?
മാനേജർ തയ്യാറായിരിക്കണം. അതാണ് ഫോളോ ത്രൂ എന്ന് പറയുന്നത്. അതായത് ഒരു മാനേജർ കൽപ്പനകളും നിർദ്ദേശങ്ങളും നൽകിയാൽ മാത്രം പോരാ, അതനുസരിച്ചുള്ള കീഴ് ജീവനക്കാരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുകയും മേൽ നടപടികൾ സ്വീകരിക്കുകയും വേണം. എന്നാലേ വിചാരിച്ച പോലെ ജോലി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് ഈ ഫോളോ ത്രൂ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് അവസാനിച്ചു. ഇനി നമുക്കതിൽ എലമെന്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ പിന്നെ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.